മറ്റു രാജ്യങ്ങളെ ഉന്നം വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ സാമ്പത്തിക നീക്കങ്ങൾ അമേരിക്കയ്ക്ക് തന്നെ തലവേദനയാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. അമേരിക്കയിലെ സാധാരണ ജനജീവിതത്തെ നേരിട്ട് ബാധിക്കുന്നതാണ് ട്രംപിന്റെ വ്യാപാര നയങ്ങൾ. രാജ്യത്ത് ട്രംപ് പ്രഖ്യാപിച്ച 10% മുതൽ 50% വരെയുള്ള താരിഫ് നിരക്കുകൾ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ കൂടുമെന്ന അവസ്ഥയിലെത്തിച്ചിരിക്കുകയാണ്. ഈ വിലവർധനയിലൂടെ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് താഴ്ന്ന വരുമാനമുള്ള കുടുംബങ്ങളാകും. ട്രംപ് പ്രഖ്യാപിച്ച ഈ പുതിയ സാമ്പത്തിക അടിയന്തരാവസ്ഥയും അതിലൂടെ നടപ്പിലാക്കുന്ന തീരുവ നയങ്ങളും കഴിഞ്ഞ ദിവസം മുതൽ എല്ലാ തലങ്ങളിലും രാജ്യത്ത് ചർച്ചാ വിഷയമായി കഴിഞ്ഞു. ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഈ താരിഫുകൾ ചൈന, വിയറ്റ്നാം, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതികളെ ലക്ഷ്യമിട്ടുള്ളതാണ്. ട്രംപിന്റെ പ്രസ്താവനകളിൽ ഇത്തരം രാജ്യങ്ങളെ ഏറ്റവും ഗുരുതരമായ നിയമലംഘകർ എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. 46% വരെ തീരുവകൾ ഏർപ്പെടുത്താനുള്ള സാധ്യതയുണ്ടെന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ഇതിനു പ്രതികാരമായി മറ്റ് രാജ്യങ്ങളും അമേരിക്കയിൽ നിന്നുള്ള കയറ്റുമതികൾക്ക് ഭാരിച്ച തീരുവകൾ ചുമത്താനാണ് സാധ്യത. ഇതുവഴി അന്താരാഷ്ട്ര വ്യാപാര സമത്വം തകർന്ന് വിലവർധനയുടെ കൂറ്റൻ പ്രത്യാഘാതം എല്ലാ ജനങ്ങളെയും ബാധിക്കുമെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. ഈ താരിഫ് നീക്കത്തിന്റെ താൽക്കാലിക ആഘാതം പ്രധാനമായി 6 പ്രധാന മേഖലകളിലാണ് കാണാൻ കഴിയുന്നത്. വസ്ത്രങ്ങൾ, കാപ്പി പോലുള്ള ഭക്ഷ്യവസ്തുക്കൾ, പാദരക്ഷകൾ, മദ്യം, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, റെസ്റ്റോറന്റുകളിലെ ഇറക്കുമതി ചെയ്യുന്ന പാനീയങ്ങൾ എല്ലാത്തിന്റെയും വില കുത്തനെ കൂടുമെന്നാണ് കരുതുന്നത്. ഏറ്റവും വലിയ റിട്ടെയിൽ സ്ഥാപനങ്ങളായ ടാർഗറ്റ്, വാൾമാർട്ട് തുടങ്ങിയവയും ഇത് നേരിട്ട് ബാധിക്കും. അമേരിക്കൻ റീറ്റെയിൽ ബ്രാൻഡായ ദി ഗ്യാപ്പ്, ഓൾഡ് നേവി, ബനാന റിപ്പബ്ലിക്, അത്ലറ്റ തുടങ്ങിയവയുടെ ഉൽപ്പന്നങ്ങൾ പ്രധാനമായും വിയറ്റ്നാമിലും ബംഗ്ലാദേശിലുമാണ് നിർമ്മിക്കുന്നത്. ദി ഗ്യാപ്പ് വസ്ത്രങ്ങളുടെ 21% വിയറ്റ്നാമിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നതെന്നും 37% ഇന്ത്യ, ബംഗ്ലാദേശ്, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലായാണെന്നും ഡെലിവെയർ സർവകലാശാലയിലെ ഫാഷൻ ആൻഡ് അപ്പാരൽ സ്റ്റഡീസ് വിഭാഗം നടത്തിയ പഠനം വ്യക്തമാക്കുന്നു. ഈ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വൻതോതിലുള്ള തീരുവകൾ ബാധകമാകുന്നതിനാൽ $6 മുതൽ $10 വരെയുള്ള സാധാരണ വസ്ത്രങ്ങളുടെ വില 100% വരെ വർദ്ധിച്ചേക്കും. കാപ്പിയുടെ കാര്യത്തിലും സമാനമായ അവസ്ഥയാണുള്ളത്. അമേരിക്കയിലെ കാപ്പിയുടെ 90%-ലധികവും ഇറക്കുമതി ആയതിനാൽ കാപ്പിയുടെ വില 2 ഇരട്ടിയായി മാറാനുള്ള സാധ്യത കൂടുതലാണ്. ബ്രസീലും കൊളംബിയയും പ്രധാന കയറ്റുമതിക്കാരായ രാജ്യങ്ങളാണ്. ഇതിനു പുറമെ വിയറ്റ്നാമിൽ നിന്നുള്ള കാപ്പിക്കും ഇത്തവണ കർശനമായ തീരുവകൾ ബാധകമാകുന്നു. ഭക്ഷ്യവസ്തുക്കളുടെ വിലവർധനയുടെ മറ്റൊരു പ്രധാന കാരണം യൂറോപ്യൻ യൂണിയനിലുള്ള രാജ്യങ്ങളിലേക്കും വ്യാപിച്ച തീരുവ നിയന്ത്രണങ്ങളാണ്. ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഒലിവ് ഓയിൽ, ചെസ്, വൈൻ, മറ്റ് ഷെൽഫ് സ്റ്റേപ്പിളുകൾ എന്നിവയുടെ ഇറക്കുമതി ചിലവ് വർദ്ധിക്കുന്നത് ഉപഭോക്തൃ തലത്തിലുള്ള നിരക്കുകൾ ഉയരാനുള്ള സാധ്യതയാണ് നിർണ്ണയിക്കുന്നത്. പാദരക്ഷകളും ഈ സാമ്പത്തിക തിരിച്ചടിയിൽ നിന്ന് ഒഴിയുന്നില്ല. 2024 അമേരിക്ക $27 ബില്യൺ മൂല്യമുള്ള ഷൂസുകൾ ഇറക്കുമതി ചെയ്തത് ഭൂരിഭാഗവും വിയറ്റ്നാമിലും ചൈനയിലുമാണ് നിർമ്മിച്ചത്. നൈക്കിന്റെ പകുതിയോളം ഷൂസുകളും അഡിഡാസിന്റെ 39%-വും വിയറ്റ്നാമിലാണ് നിർമ്മിക്കപ്പെട്ടത്. താരിഫ് ബാധകമായതോടെ നൈക്ക്, എയർഫോഴ്സ് പോലുള്ള പ്രശസ്ത മോഡലുകൾക്ക് നിരക്ക് ഇരട്ടിയാകുകയോ കുറഞ്ഞത് 20% വരെയെങ്കിലും കൂടുകയോ ചെയ്യുമെന്ന് കണക്കാക്കുന്നു. വൈനും ബിയറും ഉൾപ്പെടുന്ന മദ്യ ഉൽപ്പന്നങ്ങൾക്കും വില കുതിക്കാനാണ് സാധ്യത. ഫ്രാൻസിൽ നിന്നുള്ള ബർഗണ്ടി മേഖലയുടെ ബോർഡ് പ്രതിനിധികൾ തന്നെ ഈ തീരുമാനം കയറ്റുമതിക്കാർക്കും അമേരിക്കൻ ഉപഭോക്താക്കൾക്കും ഗുരുതരമായ തിരിച്ചടിയാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഗിനസ് പോലുള്ള ഇറക്കുമതി ചെയ്യുന്ന ബിയറുകൾക്കും നെഗ്രോണി പോലുള്ള കോക്ടെയിലുകൾക്കും റെസ്റ്റോറന്റുകളിൽ വില വർദ്ധിക്കുമെന്നാണ് കരുതുന്നത്. ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ കാര്യത്തിലും നിരക്കുകൾ കുതിക്കുമെന്നാണ് പ്രവചനം. ഐഫോണുകൾ മുതൽ ടിവികൾ വരെ വില കൂടുമെന്നതിൽ ഒരു ദുരൂഹതയുമില്ല. മിക്ക ഐഫോണുകളും നിർമ്മിക്കുന്ന ചൈനയുടെയും ദക്ഷിണ കൊറിയയുടെയും ഉൽപ്പന്നങ്ങൾക്ക് ലൊക്കേഷൻ അനുസരിച്ച് 26% വരെയുള്ള തീരുവകൾ ബാധകമാകുമെന്നതിനാൽ ടെക് കമ്പനികൾക്ക് വലിയ സാമ്പത്തിക സമ്മർദ്ദമാണ് നേരിടേണ്ടി വരുന്നത്. നിന്റെൻഡോയുടെ പുതിയ സ്വിച്ച് ടു കൺസോൾ റിലീസ് തന്നെ വൈകിപ്പിച്ചതും ഈ സാഹചര്യങ്ങളുടെ ഒരു ഉദാഹരണമാണ്. കൂടാതെ അന്താരാഷ്ട്ര തപാൽ മാർഗം വരുന്ന ചെറിയ പാഴ്സലുകൾക്ക് പോലും 30% വരെ നികുതി ഈടാക്കാൻ വൈറ്റ് ഹൗസ് തയ്യാറാണെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഇതൊക്കെ കൂട്ടിക്കഴിച്ചു നോക്കുമ്പോൾ ട്രംപ് പ്രഖ്യാപിച്ച പുതിയ സാമ്പത്തിക നീക്കങ്ങൾ ന്യൂയോർക്ക് മുതൽ കാലിഫോർണിയ വരെയുള്ള സാധാരണ ജനജീവിതത്തിനെ നേരിട്ട് ബാധിക്കുന്നു. വിലവർധനയുടെ വ്യാപ്തി ഇനിയും കൂടാനാണ് സാധ്യത. തിയേറ്ററുകളിൽ എടുക്കുന്ന ടിക്കറ്റുകൾക്ക് മുതൽ കുട്ടികൾക്ക് വാങ്ങുന്ന സ്നാക്സുകൾക്ക് വരെ ഈ തീരുവ വർധനവ് ബാധിക്കും.
ഇത്തരം സാഹചര്യങ്ങളിൽ വലിയ വിമർശനങ്ങളാണ് ട്രംപിനെതിരെ ഉയരുന്നത്. ട്രംപിന്റെ പുതിയ വ്യവസായ നയങ്ങൾ രാജ്യത്തെ ജനജീവിതം തന്നെ തകർക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. അന്താരാഷ്ട്ര വ്യാപാര ബന്ധങ്ങൾ തകർന്ന് ഗ്ലോബൽ സപ്ലൈ ചെയിനിൽ വിഘടനം സംഭവിക്കുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനങ്ങൾ വന്നെത്തിയിരിക്കുന്നതെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നു. സാധാരണ ജനങ്ങളുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ രാഷ്ട്രീയ തലത്തിലും തീരുമാനങ്ങൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനാണ് സാധ്യത.